ശ്രീ അരുൺകുമാർ, നോക്കൂ, താങ്കളുടെ പഞ്ചായത്തിൽ ഉൾപ്പെടെ ഒരു നിർണായക ശക്തിയായിട്ടുള്ള 2020 ആണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തേക്ക് പോകുന്നത്. സാബു ജേക്കബ് നമ്മളോട് സംസാരിക്കുമ്പോൾ UDF സമീപിച്ചിരുന്നു എന്ന ചോദ്യത്തിന് എല്ലാവരും സമീപിച്ചിരുന്നു എന്ന് ഉത്തരം പറഞ്ഞതാണ്. അപ്പോൾ ഒപ്പം കിട്ടിയാൽ കൊള്ളാമെന്ന് നിങ്ങൾ കൂടി കരുതിയവരാണ് BJP പക്ഷത്തേക്ക് പോയിരിക്കുന്നത്. സാബു ജേക്കബിന് അതും പറയാം, അതിൻ്റെ അപ്പുറത്തും പറയാം. ജീവിതത്തിൽ പറഞ്ഞ വാക്ക് ഒരിക്കൽ പോലും പാലിക്കാത്ത ഒരാളാണ് അദ്ദേഹം. എന്താ പറഞ്ഞ്? ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറില്ല, ഒരു സന്നദ്ധ സേവന സംഘടനയായിട്ട് സേവനം ചെയ്യാൻ ഞങ്ങളങ്ങനെ വെമ്പൽ കൊട്ടി ഇരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടപെട്ടത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. 2013 ഇന്ത്യയുടെ പാർലമെൻറ്റിൽ CSR ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക നിയമം പാസ്സാക്കിയപ്പോൾ തങ്ങളുടെ കമ്പനികളുടെ ലാഭവിഹിതം ആ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി എന്ന ഒരു രൂപത്തിൽ ഇടപെടുകയും 75% തങ്ങളിലേക്ക് തിരിച്ചു വരാൻ പാകത്തിന് ഒരു തട്ടിക്കൂട്ട് സംവിധാനം ഉണ്ടാക്കി. അതിൻ്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിച്ചു, മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഒരിക്കലും ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറില്ല, രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിശകാണ്, രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞ് കുറച്ച് ജനങ്ങളെ തട്ടിക്കൂട്ടിയെടുത്തു. അതിനുശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മത്സരിച്ചു. അപ്പോൾ ചോദിച്ചു എന്താണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്? അപ്പോൾ പറഞ്ഞു പ്രാദേശികമായിട്ടുള്ളൊരു സംവിധാനമാണ്, ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായി, നിയമസഭാ തെരഞ്ഞെടുപ്പായി, ലോക്സഭാ തെരഞ്ഞെടുപ്പായി വിവിധ പഞ്ചായത്തിൽ മത്സരിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. ഇദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത ഏതെങ്കിലും ഒരു വാക്ക് പാലിക്കുന്ന സാഹചര്യം ഉണ്ടായോ? ഇപ്പം ഗോഡ്സ് വില്ല എന്ന് പറഞ്ഞ് നിരവധി ആളുകൾക്ക് ഞങ്ങൾ വീട് പണിത് കൊടുത്തു എന്ന് പറഞ്ഞ് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും ചില ചാനലുകളെയും എല്ലാം വിലക്കെടുത്ത് വലിയ പ്രചരണം നടത്തി. അവസാനം പത്രസമ്മേളനത്തിൽ തന്നെ മാധ്യമങ്ങൾ ചോദിച്ചു, അപ്പം ലൈഫ് പദ്ധതിയിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ അനുവദിച്ച വീട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച അതേ വീടുകൾ തന്നെയാണ് ഗോഡ്സ് വില്ല, പേര് മാറ്റി. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി സ്കൂളുകൾ ഹൈടെക് ആക്കി മാറ്റി. കിഴക്കമ്പലം പഞ്ചായത്തിൽ ആ സ്കൂളുകൾ അറിയപ്പെടുന്നത് 2020 മുതലാളിയുടെ സ്കൂൾ എന്നതാണ്. ആർദ്രം പദ്ധതിയുടെ ഭാഗമായി നിരവധി ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഹൈടെക്കായി മാറ്റി, വിവിധ ആധുനിക സൗകര്യങ്ങൾ ഉറപ്പുവരുത്തി. അവിടെ അറിയപ്പെടുന്നത് ഫണ്ട് ആർദ്രം പദ്ധതിയാണെങ്കിലും മുതലാളിയുടെ സ്വന്തം ആശുപത്രി എന്നതാണ് അറിയപ്പെടുന്നത്. PWD റോഡ് എല്ലാം അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം 2020യുടെ റോഡ് എന്ന് പേരെഴുതി ബോർഡ് വെച്ചു. ഇതൊക്കെ പോകട്ടെ, അദ്ദേഹം എന്താ പറഞ്ഞേ? കേരളം വികസനം ഇല്ല, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്താണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങ് തെലങ്കാനയിലേക്ക് പോകാൻ പത്രസമ്മേളനമൊക്കെ നടത്തി. കോട്ടും സൂട്ടും ഇട്ടവരെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിർത്തി വലിയ ഫോട്ടോഷൂട്ട് നടത്തി. അങ്ങ് തെലങ്കാനയിൽ പോയി ചെന്ന് ഇറങ്ങിയത് നമ്മൾ കണ്ടു. പിന്നെ എന്താ സ്ഥിതി? ഏതെങ്കിലും വ്യവസായം അദ്ദേഹം ഇവിടുന്ന് കൊണ്ടുപോയോ? അദ്ദേഹത്തിൻ്റെ വ്യവസായത്തിന് വളരാനും അതുപോലെ വളർന്ന് പന്തലിക്കാനും എല്ലാമുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യം ഒരുക്കിയത് ഈ കേരളമാണ്. കേരളം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 15ാം സ്ഥാനത്തായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ, കഴിഞ്ഞ വർഷം 1ാം സ്ഥാനത്തായി. ഈ തവണ 100ൽ 99.37% കൃത്യം മാർക്കോട് കൂടി മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി വ്യവസായ രംഗത്ത്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രംഗത്ത് നമ്മൾ കുതിച്ച് മുന്നേറുകയാണ്. എന്തൊക്കെയാണോ 2020 മുതലാളി പറഞ്ഞത്, സാബു ജേക്കബ് പറഞ്ഞത്, അതിന് ഘടകവിരുദ്ധമായി ഈ കേരളത്തിൽ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുന്നത് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ അമേരിക്കയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കയറ്റുമതി, അവിടെ പ്രതികാര ചുങ്കത്തിൻ്റെ ഭാഗമായി കടുത്ത പ്രതിസന്ധി നേരിടുന്നു. അപ്പോൾ ആ പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടി അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്തുണ വേണം. ആ പിന്തുണയ്ക്ക് വേണ്ടി അദ്ദേഹം നേരെ ഒരു കോർപ്പറേറ്റ് മറ്റു കോർപ്പറേറ്റുകളുമായിട്ട് കൂടിച്ചേരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇത് ശരിക്കും ഒരു ബിസിനസ് മെർജറാണ്. കോർപ്പറേറ്റ് പവറും കേന്ദ്ര സ്വാധീനവുമുള്ള NDA, മറുഭാഗത്ത് കിറ്റും പച്ചക്കറിയും കൊടുത്ത് ജനങ്ങളെ പാട്ടിലാക്കി വെച്ചിരിക്കുന്ന 2020. ഇവർ രണ്ടുപേരും കേരളത്തിൻ്റെ അങ്ങ് വലിയ തരത്തിൽ വില പറയാൻ പാകത്തിന് ഒത്തുചേരുന്ന കാഴ്ച നാം കാണുകയാണ്. ഇതൊക്കെ അദ്ദേഹം കുറേ ഇപ്പം ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു, ബ്ലോക്ക് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു, ജില്ലാ പഞ്ചായത്തിലെ എല്ലാവരും തോറ്റു, ബ്ലോക്ക് പഞ്ചായത്ത് കയ്യിൽ നിന്ന് പോയി, തൻ്റെ കയ്യിലിരുന്ന വലിയ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്ത മഴുവന്നൂർ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു, അതുപോലെ കുന്നത്തുനാട് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു, കിഴക്കമ്പലത്ത് തന്നെ 7 സീറ്റുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ NDA എങ്കിൽ NDA, അതുകൊണ്ട് നിങ്ങൾ ഈ പ്രബല മുന്നണികൾ പോലും ഒരുമിച്ച് നിന്ന് ചിഹ്നം പോലും ഉപയോഗിക്കാതെ മത്സരിച്ച് നഷ്ടപ്പെട്ടതാണ്. അവിടെ പിടിച്ചു നിൽപ്പ് സാധ്യമായി എന്നതാണ് അവരുടെ വാദം. അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നതാണ് അവരുടെ ശക്തി എന്ന് അവർ പറയുന്നു. അല്ല, ഒരു പിടിച്ചു നിൽക്കാനും കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ പാവപ്പെട്ട ജനങ്ങൾക്ക് കുറച്ച് കിറ്റും പച്ചക്കറിയും കൊണ്ടുവന്ന് അങ്ങ് കൊടുത്തിട്ട് അവരെ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കാൻ ഏത് കോർപ്പറേറ്റിനും കഴിയും.
ഇദ്ദേഹം ചെയ്യുന്ന പോലെ അംബാനിയും ടാറ്റയും ബിർളയും ഒക്കെ തീരുമാനിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? എവിടെ പോയി ഇദ്ദേഹത്തിന്റെ ഭക്ഷ്യക്കിറ്റ്? എവിടെ പോയി ഇദ്ദേഹത്തിന്റെ സാമൂഹ്യ സുരക്ഷ? ഒരാൾക്ക് ഇപ്പോൾ കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം പിടിക്കുമ്പോൾ ഇവർ പറഞ്ഞത് ഇൻഫോ പാർക്കിന് സമാനമായ ഒരു പാർക്ക്, ഇൻഫോ പാർക്കിന് സമാനമായിട്ടുള്ള സംവിധാനം ഇതാ കുന്നത്തുനാട്ടിൽ വരാൻ പോകുന്നു. ഇനി ഒരാളും ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകേണ്ടതില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് ജോലി കൊടുക്കാൻ ഈ 2020 കഴിഞ്ഞിട്ടുണ്ടോ? ഈ 4 പഞ്ചായത്തുകൾ അവർ ഭരിച്ചു. ഞങ്ങൾ കൊണ്ടുവന്ന വ്യവസായ സ്ഥാപനം, സംരംഭം എന്നു പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും ഒരു സംരംഭം അവർക്ക് കാണിക്കാൻ കഴിയുമോ? ഞങ്ങൾ കൊണ്ടുവന്ന ഒരു പുതിയ പദ്ധതി എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് കഴിയുമോ? ഇല്ല. അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കേന്ദ്രമായി പഞ്ചായത്തുകൾ മാറി. അദ്ദേഹം എന്റെ നാട്ടിൽ വന്ന് പ്രസംഗിച്ചു, ഈ മഴുവന്നൂർ പഞ്ചായത്തിന്റെ ഭരണത്തിൽ 50% ശേഷം എങ്ങനെ സാധ്യമായി എന്നൊരു ചോദ്യമുണ്ടല്ലോ. LDF-നും UDF-നും എന്തുകൊണ്ട് അവരെ ഒരുമിച്ച് ആക്രമിക്കേണ്ടി വന്നു? അവിടെയും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമായത് എങ്ങനെ? ജനങ്ങൾ പൂർണ്ണമായും കൈവിട്ടുവെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ലല്ലോ. ഇവിടെ നമ്മൾക്ക് വേറെ ഏതെങ്കിലും ഒരു മണ്ഡലം എടുത്താൽ LDF UDF ഒപ്പം നിൽക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ച് സഹകരിക്കാനോ ശ്രമിച്ചാൽ അവിടുത്തെ സാഹചര്യം എന്താണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അവരെ തീരെ ശക്തി കുറച്ച് കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സേനാപതി വേണു, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.